ആറന്മുള ആംബുലൻസ് പീഡന കേസിന്റെ വിചാരണയ്ക്കിടെ അതിജീവിത ബോധരഹിതയായി. പ്രതിയുടെ മാപ്പപേക്ഷ ശബ്ദരേഖ കോടതി കേൾക്കവെയാണ് സംഭവം. 23-കാരി സാക്ഷിക്കൂട്ടിൽ ബോധരഹിതയായി വീണു. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ സംഭവം. കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, നമുക്കറിയാം, നമ്മളെയൊക്കെ വളരെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് കുട്ടിക്ക് പ്രത്യേക കൗൺസിലിംഗ് ഒക്കെ നൽകിയിരുന്നു. ഈ ഒരു വിചാരണ മുഴുവൻ പ്രത്യേകം റെക്കോർഡ് ചെയ്യണമെന്നും പ്രത്യേക പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കണമെന്നും കോടതി പറഞ്ഞൊരു കേസ് കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അഭിലാലിലേക്ക് വരാം. ഈ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചതിന് ശേഷം ആംബുലൻസിൽ തിരിച്ചയാൾ ഡ്രൈവർ സീറ്റ് കയറി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവറുടെ സീറ്റിൻ്റെ ബാക്കിൽ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. അത് പുറയിലിരിക്കുന്നവരുമായിട്ട് സംസാരിക്കാനായിട്ട് വേണ്ടിയിട്ട് അത് മാറ്റിയതിന് ശേഷം ഇയാൾ പെൺകുട്ടിയോട് ക്ഷമാപണം നടത്തുന്ന ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭാഷണം ഈ കുട്ടി അതിൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ ആ വോയിസ് ക്ലിപ്പ് പോലീസിന് കൈമാറിയിരുന്നു. അപ്പോൾ അത് ഇന്നലെ കോടതിയിൽ അത് ഒരു പെൻഡ്രൈവിൽ ഹാജരാക്കിയിരുന്നത് അത് കോടതിയിൽ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് പ്ലേ ചെയ്തുകൊണ്ട് ആ പ്ലേ ചെയ്ത അവസരത്തിൽ ഈ കുട്ടി ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് കുട്ടി പെട്ടെന്ന് സാക്ഷി ബോക്സിൽ മയങ്ങി വീണു. ആഫ്റ്റർ ചീഫ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി ഭയങ്കരമായിട്ടും മാനസികമായിട്ട് തളർന്നിരുന്നു. പക്ഷേ ക്രോസ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു റിലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക്. ചീഫ് കഴിഞ്ഞപ്പം ആ കുട്ടി ഒരു കൗൺസിലിങ്ങിന് പോകണം, ഒട്ടും നല്ല നിലയിലായിരുന്നില്ല. ഒരു മണിക്കൂറോളം കുട്ടി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ക്രോസിന് കയറിയത്. അപ്പോഴത്തേനും കുട്ടി ക്രോസ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി പഴയ പോലെ തന്നെ ഒരു ആക്റ്റീവായി, എല്ലാം ഒന്ന് കഴിഞ്ഞതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. റെക്കോർഡ് കേട്ടപ്പോൾ തൊട്ട് അന്നത്തെ ആ സിറ്റുവേഷൻ പെട്ടെന്ന് വന്നതുകൊണ്ട് കുട്ടിക്ക് ഒന്നും ഫുഡ് കഴിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഫുഡ് കഴിച്ചു, ജ്യൂസ് കുടിച്ചു, പിന്നെ ആൾ കുറച്ച് നോർമലായി. ക്രോസ് കഴിഞ്ഞപ്പോഴത്തേനും ആൾ കംപ്ലീറ്റ്ലി ഹാപ്പിയായി. നമ്മളിപ്പം ഈ കേട്ട പ്രതികരണം അത് രണ്ടുപേരും അഭിഭാഷകരാണ്. അതിജീവിതയെ സഹായിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച അഭിഭാഷകരുടെ പ്രതികരണം എന്താണ് കോടതി മുറിയിൽ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞതെന്ന് കെ അഭിലാൽ നമുക്കൊപ്പമുണ്ട്. അഭിലാൽ, പ്രത്യേക ഒരു കെയർ കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഈ കേസിലുണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആ പെൺകുട്ടി ഇപ്പോൾ ഓക്കെ ആണോ? ആറന്മുള ആംബുലൻസ് പീഡന കേസിന്റെ വിചാരണ നടക്കുന്നത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ്. അതിന്റെ ഭാഗമായി ക്രോസ് വിസ്താരവും അതോടൊപ്പം തന്നെ സാക്ഷി വിസ്താരവും ഒക്കെ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രധാന സാക്ഷി എന്നുള്ള നിലയിൽ അതിജീവിതയാണ് ഇന്നലെ വിസ്തരിച്ചു തുടങ്ങിയത്. കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിനിടെയാണ് പ്രതിയുടേതായി പുറത്തു വന്ന ശബ്ദ സന്ദേശം. അതിനകത്തിൽ ഈ മാപ്പപേക്ഷയാണ്, പെൺകുട്ടിയോടുള്ള സംഭവശേഷം പെൺകുട്ടിയോടുള്ള മാപ്പപേക്ഷയാണ് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ സംഘം ഇതൊരു പ്രത്യേക പെൺഡ്രൈവിൽ ആക്കി തന്നെ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിചാരണ വേളയിൽ കോടതി ശബ്ദരേഖ തെളിച്ച് വരവെയാണ് സാക്ഷിക്കൂട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി ബോധരഹിതയായി വീണത്. ഏറെക്കുറെ 5 മിനിറ്റിലധികം സമയമുള്ള ശബ്ദരേഖയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൂർത്തിയാകുന്നതിന് മുൻപാണ് പെൺകുട്ടി ബോധരഹിതയായി വീണത്. ഈ സമയം ജഡ്ജിയെ കൂടാതെ ഇരു വിഭാഗത്തെയും അഭിഭാഷകർ, ഒപ്പം തന്നെ സർക്കാരും പട്ടികജാതി വകുപ്പും പ്രത്യേകമായും നിർദ്ദേശാനുസരണം പെൺകുട്ടിയെ സഹായിക്കാനായി ചുമതലപ്പെടുത്തിയ അഭിഭാഷകരും പ്രതി നൌഫലും ബെഞ്ചിക്കത്തും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം അടച്ചിട്ട മുറിയിൽ പരിപൂർണമായ വിസ്താരം അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും ഈ വിഷയത്തിൽ ധാരണ ഉണ്ടായിരുന്നില്ല. എന്തായാലും പെൺകുട്ടി മയങ്ങി വീണ ഉടൻ തന്നെ സർക്കാർ നിയോഗിച്ച നിയമസഹായത്തിനായി നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് നീനുവും അതോടൊപ്പം തന്നെ കോടതി ജീവനക്കാരെ ഇടപെട്ട് പെൺകുട്ടിയെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ആവശ്യമെങ്കിൽ പെൺകുട്ടിക്ക് സഹായം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുത്തു. ഇതേ തുടർന്ന് വിചാരണ തടസ്സപ്പെട്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഏറെക്കുറെ 1.5 മണിക്കൂറിന് ശേഷം 3 മണിയോടുകൂടി പെൺകുട്ടിയുടെ വിചാരണ പുനരാരംഭിക്കുകയും സാക്ഷി വിസ്താരം പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.